മുഖ്യമന്ത്രിക്ക് പിന്നെ വേണ്ടത് ഇതാണ്, ആ സിസ്റ്റം മാനേജ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി വേണം, അതെനിക്കുണ്ട്. എടാ ഈ ഇതില്ലടാ, കൊയ്ത്ത് മെഷീന് സമരം ചെയ്ത സമയമുണ്ടല്ലോ, അന്ന് ആ സാധനത്തിന് സമരം ചെയ്തില്ല എന്നെങ്കിൽ ഇപ്പോഴും ആ കൃഷിയോടാണെന്നേനെ. എവിടെയും ഈ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ജയിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ്. 140 എണ്ണം ഉണ്ടെങ്കിൽ 140 എടുത്ത് നമ്മുടെ ആൾക്കാർ വരണം. കാരണം ഈ വാർത്ത വായിച്ച് നടക്കുന്നവർക്കൊന്നും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതിൻ്റെയാണ് ഈ കത്രിയൊക്കെ അകത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഡോക്ടർ പറയുന്നത് എന്നാണെന്നറിയോ, സ്റ്റാഫില്ലെന്ന് വേണ്ടത്ര. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് പണിത് വെക്കുന്നതിന് ഒരു 2 നില വീട് വെക്കുന്നതിൻ്റെ പൈസ അടിച്ചെടുക്കുന്നത്. എല്ലാവരും പറയും ഇവിടെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നതല്ലേ. ശരിക്കും സ്ത്രീകളല്ല, ഫസ്റ്റ് കുട്ടികളാണ്. കുട്ടികൾ പീഡിപ്പിക്കുന്ന അത്രയൊന്നും പീഡിപ്പിക്കപ്പെടുന്ന അത്രയും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നില്ല. ഇലക്ഷൻ നിൽക്കുന്ന പാനലിൽ എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നവരായിരിക്കണം. ഇലക്ഷൻ നിൽക്കുന്ന പാനലിൽ എല്ലാവരും വർക്കൗട്ടും ചെയ്യും. അവർ ട്രാൻസ്പെറൻസി വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതിനാണ് ആ 10 വർഷം ഇവിടെ തൊട്ട്. അവർക്ക് അങ്ങനെ പിന്നെ എന്ത് ചോദിച്ചാലും ആൻസർ ചെയ്യണം ആ ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് നിർബന്ധം. നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റി ബോർഡാണെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ല എഞ്ചിനീയറും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളും വേണം ആ മന്ത്രിയാവാൻ. അവർക്ക് ഒരു മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളായിരിക്കത്തില്ല, നമ്മളൊരു ടീമായിരിക്കും. ആ ടീം ഒരു പ്രൊജക്റ്റ് നമ്മളെ കാണിക്കും അവർ ചെയ്യാനുള്ളത്, ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുന്നതായിക്കോട്ടെ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എവിടെയും ഈ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ജയിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ്. 140 എണ്ണം ഉണ്ടെങ്കിൽ 140 എടുത്ത് നമ്മുടെ ആൾക്കാർ വരണം. അതിനെല്ലാം റിക്രൂട്ട്മെൻറ്റ് നടക്കണം, അവർക്ക് പ്രൊജക്റ്റ് കാണണം. ഇപ്പോൾ മെഡിക്കലാണെങ്കിൽ ഡോക്ടർമാരൊക്കെ തന്നെ വേണം, കൊള്ളാമെന്ന്. അല്ലാതെ വീണ ജോർജ് പറ്റത്തില്ല. കാരണം ഈ വാർത്ത വായിച്ച് നടക്കുന്നവർക്കൊന്നും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതിൻ്റെയാണ് ഈ കത്രിയൊക്കെ അകത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഡോക്ടർ പറയുന്നത് എന്നാണെന്നറിയോ, സ്റ്റാഫില്ലെന്ന് വേണ്ടത്ര. അത് വീണ ജോർജ് എങ്ങനെ അറിയാം എത്ര സ്റ്റാഫ് വേണമെന്നുള്ളത്? വല്ല ഐഡിയ ഉണ്ടോ? അവർ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓരോരുത്തരെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഏണ്ട കിടന്ന് കളിക്കും. വൈദ്യുതി വകുപ്പ്, ജലവകുപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വകുപ്പിലൊക്കെ ഒരു വിദ്യാഭ്യാസവും ഇല്ല ആൾക്കാർക്ക്. അവിടെ ഒന്നും ഇരിക്കേണ്ട ആൾക്കാരൊന്നും അല്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. മുഖ്യമന്ത്രിക്ക് പിന്നെ വേണ്ടത് ഇതാണ്, ആ സിസ്റ്റം മാനേജ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി വേണം, അതെനിക്കുണ്ട്. ഡെവലപ്പ് ചെയ്യുക അല്ല പിന്നെ എന്നാ, നമ്മൾ ഡെവലപ്പ് ചെയ്യും, അത് റൺ ചെയ്യുന്നുണ്ടോ നോക്കും, എല്ലാവരുടെയും ആവശ്യങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ സ്കൂളിന് 3 സിലബസ് വേണ്ട, ഒറ്റ സിലബസ് മതി. അതൊരു ഇൻ്റർനാഷണൽ സിലബസ് ആയിരിക്കണം. ഇവിടുത്തെ പിള്ളേരിങ്ങനെ 3 തരമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ ചിലപ്പോൾ നല്ല രീതിയിൽ വരും. പിന്നെന്താ വേണ്ടേ? സ്കൂള്, ആശുപത്രി, ഗതാഗതം, ഇൻഫ്രാസ്ട്രക്ചർ നിർബന്ധമായിട്ടും. ഒരു പ്രൊജക്റ്റും അങ്ങനെ എന്താ പറയുക, ഒരു കൊട്ടേഷൻ തുടങ്ങുമ്പോൾ തൊട്ടേ അല്ലെങ്കിൽ ഒരു പ്ലാൻ തുടങ്ങുമ്പോൾ തൊട്ടേ നമ്മളത് വിസിബിൾ ആയിരിക്കും എല്ലാവർക്കും. അവർക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാം, എല്ലാവർക്കും ആൻസർ ചെയ്തേ പറ്റത്തുള്ളൂ. അതിനാണ് ട്രാൻസ്പെറൻസി വെച്ച് കഴിഞ്ഞാൽ തന്നെ ചോദ്യം വരും. അപ്പോൾ തന്നെ അത് ആര് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഇരുന്നിട്ട് കാര്യമുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വേറൊന്നുള്ളതെന്ന് വെച്ചാൽ, ഇവന്മാർ ഇതിങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും മാറ്റണ്ട. ഇവരെപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അവൻ അത് ചെയ്തില്ല, ഇവൻ ഇത് ചെയ്തില്ല, മറ്റേ ചെയ്തില്ല. സമരം ചെയ്യുക അതിനിടയിൽ. ഈ സമരം ആരോടാ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും അവർ തോന്നിയ പോലെ സമരം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഇല്ല. ഗതാഗത വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബസ്സൊക്കെ കയറിയിരുന്ന് ഓടിച്ച് കാണിക്കുന്ന ഷോയും മതിൽ പൊളിയുന്നിടത്ത് പോയി പണിഞ്ഞു കൊടുക്കലും ഇങ്ങനത്തെ ഉടായ്പൊക്കെ കണ്ടിട്ടുള്ളൂ ഇവർ. അതല്ല വേണ്ടത്. ഇതിനകത്തിപ്പോൾ ഇതുവരെ ഞാനിങ്ങനെ ആരും പറയുന്ന പോലും കേട്ടില്ല. പിന്നെ നമുക്ക് 0 കറപ്ഷൻ ടാർഗറ്റ് ഉണ്ട്, അതിനാ ട്രാൻസ്പെറൻസി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കൈക്കൂലി പോലത്തെ പരിപാടികൾ ഒരിടത്തും നടക്കാതെ വരും. കാരണം ആ സിസ്റ്റത്തിനകത്തോട്ട് നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇത്ര മിനിറ്റിനുള്ളിൽ പണി തീർത്തുകൊണ്ടിരിക്കണം. മണിക്കൂറാണെങ്കിൽ മണിക്കൂർ കൊടുക്കും. അത്രയും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ടൈമുണ്ട്. ഒരാൾ തെങ്ങ കയറി ഇത്രയും തേങ്ങ ഇട്ടിട്ട് ഇറങ്ങാൻ എത്ര മിനിറ്റ് എടുക്കും? അല്ല തെങ്ങിൻ്റെ മണ്ട കയറി ഇരുന്ന് അവൻ അപ്പുറത്തെ കുളിസിയും കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി നടക്കത്തില്ല അല്ലേ? അങ്ങനെയല്ലേ ഇതെല്ലാം ചെയ്യേണ്ടത്? ഇവർക്ക് മാത്രം എന്താ ഇതില്ലാത്ത? പിന്നെ കോടതിയിൽ AC ആക്കണം. കാരണം ജഡ്ജ്മെൻ്റൊക്കെ എടുക്കുമ്പോൾ നല്ല ജഡ്ജ് ചെയ്യാൻ പറ്റണം. അല്ലാതെ പൊടിയും പിടിച്ച് ഉള്ള പേപ്പറിനകത്തെല്ലാം എഴുതി കൂട്ടി അതൊക്കെ ഇപ്പം മാറിക്കൊണ്ടിരിപ്പുണ്ട്. എന്നാലും ഫാസ്റ്റ് അല്ല, വളരെ പെട്ടെന്ന് നമ്മൾ വരുമ്പോഴത്തേന് അതും ട്രാൻസ്പെറൻ്റ് ആവും. കുടുംബ കോടതിയിൽ മൂഞ്ചാൻ വന്നിരിക്കുന്ന മൈലുകളെ അടിച്ചോടിക്കണം. അതങ്ങനെ. പിന്നെ എല്ലാം താമസമല്ലേ, ആ താമസമൊക്കെ തന്നെ കുറയും. പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇവിടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണേ 4 ദിവസം പോകണം ഏതോ ഓഫീസറുടെ അടുത്തേക്ക്. അതെന്തിനാ? അത് ആ സിസ്റ്റത്തെ കാണും, എപ്പോൾ വേണോ അപ്പോൾ ഡൗൺലോഡ് എടുക്കുമോ കാണിക്കുമോ. ആരും ഡൗൺലോഡ് ഒന്നും ചെയ്യേണ്ട, ആരും ചോദിക്കത്തില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ടടുത്ത് നിങ്ങളുടെ ID കൊടുക്കുമ്പോൾ എല്ലാവരും തെളിഞ്ഞു വരും. അതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. പിന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ റോഡ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്പോഴത്തേക്കിന് ഡ്രോണൊക്കെ എത്തുമായിരിക്കും അല്ലേ?
നമുക്ക് എയർ ടാക്സി കൊണ്ടുവരണം കേട്ടോ. അതിപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ ഇവന്മാർ കൊണ്ടുവരത്തില്ല. ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ഹെലിപ്പാഡ് എല്ലാത്തിലും ഉണ്ടാവും. അതിൽ ആശുപത്രിയിലെല്ലാം എത്തിക്കാൻ പറ്റും. എയർ ആംബുലൻസ് റോഡൊക്കെ ഇല്ലാണ്ടാവൂടെ കുറച്ച് കഴിയുമ്പോൾ. പക്ഷെ അത്ര നാൾ ഞാൻ കാണത്തില്ല, ഞാൻ മരിച്ചു പോകും. പക്ഷെ നമ്മളിത് ചെയ്തു വെക്കും. അതിന് മുമ്പ് തട്ടിപ്പോയാൽ വേറെ ആരും ചെയ്തോണം. എനിക്കറിയത്തില്ല. നിനക്കറിയാമല്ലോ അല്ലേ? പറഞ്ഞാൽ മതി ആരുടെയിലൊക്കെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഇത് സംഭവിക്കുന്നത് സാധാരണഗതിയിൽ. അതല്ല, മിണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കഥ പറഞ്ഞാൽ ഇവരെ കൊണ്ട് ചെയ്യാൻ അറിയത്തില്ല. ഇവർക്കിത് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇനി ചെയ്യാൻ നോക്കിയാൽ ഇവർക്ക് പേടിയുണ്ട്. തെറ്റിപ്പോവോ അങ്ങനെ തെറ്റത്തില്ല. അപ്പോൾ നമ്മളിനി അങ്ങനത്തെ പ്രൊജക്റ്റുകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പതുക്കെ ഒരു 10 വർഷത്തെ സമയം കൊണ്ട് ഞാനിവിടെ എല്ലാം കയറി നിരങ്ങി ഓൾ കേരള യാത്രയൊക്കെ നടത്തി ഒരു ബസ്സോ എല്ലാം എടുത്തുകൊണ്ടല്ലേ. ബസ് പോരാ, അതിൻ്റെ ആവശ്യമില്ല. ഹെലികോപ്റ്റർ ആകുമ്പോൾ എളുപ്പമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് കേരള യാത്ര തീരും. താന്തി പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയാം. അയ്യോ. അപ്പോൾ അങ്ങനെ പിന്നത്തെ കേസെന്ന് പറഞ്ഞാൽ വേറെ കാര്യം പറയുന്നത് എന്നാണെന്നറിയോ? ഇവരെല്ലാവരും വിചാരിക്കുന്നതെന്നറിയോടാ, ഇത് കുറേ ബുദ്ധിമുട്ടുക, ഇനി കൂടുതൽ പണി വരാൻ പോവുക, അങ്ങനെ തോന്നല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ആദ്യത്തെ 3 വർഷത്തെ പണിയേ ഉള്ളൂ. പിന്നെ പണിയേ കാണത്തില്ല അവർക്ക്. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാം കൂടി നീ നിരക്കുന്ന പരിപാടിയില്ല ഈ പണി കിടക്കുന്നത്. ഇവരിത് വെച്ചുകൊണ്ടിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് എന്ത് കാണിക്കുന്നത്? ഇതിനീ കൂടുതൽ പ്രൊജക്റ്റായി ഇവിടെ നമ്മൾ ഈ ഗൾഫിലൊക്കെ നടക്കുന്നത്. എന്തോരം കോടികളുടെ ഇൻവോയ്സ് ആണെന്നറിയാം എൻ്റെ മുന്നിൽ കൂടെ പോകുന്നത്. ഞാൻ നോക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് നടക്കും. ഈ കറപ്ഷൻ എന്ന് പറഞ്ഞ സാധനം തീർന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പേടിക്കണ്ട. ഇപ്പോൾ ഇവിടെ പാലം പണിതു, അത് പൊളിയുകയും ഇടിയൊക്കെ ചെയ്യുന്നതിൻ്റെ അതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ പ്രശ്നം അങ്ങ് തീർന്നേ. ഈ സൈസ് സാധനങ്ങൾ കറപ്ഷൻ അങ്ങോട്ട് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും എല്ലാ സ്ഥലത്തും. അതോടെ പലർക്കും സമാധാനം ഉണ്ടാവും. അങ്ങനെ നമ്മളിവിടുത്തെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടും. ആൾക്കാർക്ക് സന്തോഷമായിട്ട് ജീവിച്ചാൽ പോരെ, എന്തിനാ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് പണിത് വെക്കുന്നതിന് ഒരു 2 നില വീട് വെക്കുന്നതിൻ്റെ പൈസ അടിച്ചെടുക്കുന്നത്. അത്രയും പണിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ എന്തോരം പൈസ ലാഭമുണ്ടെന്നറിയോ? പിന്നെ ഈ പറഞ്ഞ പോലത്തെ സമരവും പരിപാടിയൊന്നും ആരോടും ചെയ്യേണ്ടി വരത്തില്ല. ആർക്കും സമരമൊന്നുമില്ല, തലയൊന്നും ഇല്ല. ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഈ എന്താ പറയുക, സമയം കളയുന്ന മെയിൻ പ്രശ്നം. ഒന്ന്, എല്ലാത്തിനും സമയം കളയും, എല്ലാം ഡിലേ. വണ്ടി ഓടിച്ചാൽ പോലും എങ്ങും എത്തത്തില്ല, ട്രാഫിക് കിടന്ന് കളിക്കുന്നു. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ലല്ലോ. പിന്നെന്താ വേണ്ടേ? ഇതൊക്കെ നടക്കും. നമുക്കിവിടെ ഉള്ള സ്ട്രക്ചർ മാറ്റിയാൽ മതിയല്ല. ഞാൻ പറയുന്നത് ഇത്രയും കാര്യമായിട്ടൊന്നും അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് പേരേ ഉള്ളൂ, ഒരു 3.5 കോടി ജനം. ഈ 3.5 കോടിക്കകത്ത് തീരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് എത്ര കോടി കാണും? അത്രയും കോടിയൊന്നുമില്ല, മനസ്സിലായോ? അവരെ മാത്രമേ അവിടെ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഈ കാണുന്ന പോലെ അവിടെ തന്നെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഒരു സാധനം. അത് മാറ്റും. അങ്ങനെ ആൾക്കാരെ വേർതിരിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞത്, എഡ്യൂക്കേഷൻ തൊട്ട് ഇങ്ങോട്ട് എന്താ പറയുക, ഈക്വലാക്കണം. എഡ്യൂക്കേഷൻ ഈക്വൽ അല്ലെങ്കിൽ ഇക്വാലിറ്റി ഒന്നും നടക്കത്തൊന്നുമില്ല. റിലീജിയനൊക്കെ അവിടെ നടന്നോട്ടെ അവരുടെ വഴിക്ക്, അതൊന്നും നമുക്ക് വിഷയമല്ല. ഈ ഇതില്ലടാ, കൊയ്ത്ത് മെഷീന് സമരം ചെയ്ത സമയമുണ്ടല്ലോ, അന്ന് ആ സാധനത്തിന് സമരം ചെയ്തില്ല എന്നെങ്കിൽ ഇപ്പോഴും ആ കൃഷിയോടെ നടന്നേനെ. അത് ഈ എന്താ പറയുക, കുറേ കണ്ടം കൈവച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പണി കിട്ടിയ സ്ഥലമാണ് അത്. അവരെങ്ങനെയും ആ കൃഷി നടത്തിയേനെ. കൃഷിക്ക് ആളില്ലാത്ത സമയത്ത് കൊയ്ത്ത് മെഷീനും അങ്ങ് സമരം ചെയ്തെങ്കിൽ ഇല്ലാണ്ടായിക്കളഞ്ഞു. അത് ആളില്ലെന്നുള്ള അറിയാമല്ലോ. അങ്ങനത്തെ പരിപാടിയൊന്നും നടത്താൻ പറ്റത്തില്ല. പിന്നെയാണ് നമ്മുടെ സ്ത്രീ സുരക്ഷ വരുന്നത്. എല്ലാവരും പറയും ഇവിടെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നല്ലേ. ശരിക്കും സ്ത്രീകളല്ല, ഫസ്റ്റ് കുട്ടികളാണ്. കുട്ടികൾ പീഡിപ്പിക്കുന്ന അത്രയൊന്നും, പീഡിപ്പിക്കപ്പെടുന്ന അത്രയും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നില്ല. പിള്ളേരാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പട്ടി, പൂച്ച, അത് കഴിഞ്ഞ് സ്ത്രീ. പിന്നെ സ്ത്രീകൾ ഒരു പരുവം കഴിയുമ്പോഴത്തേക്കിന് റിയാക്ട് ചെയ്യുന്നതും പൊക്കിയെടുത്തോണ്ടായി വരവ്. അവരുടെ കുട്ടിക്കാലത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നേരത്തെ പീഡിപ്പിക്കപ്പെട്ടവരാണ് അല്ലേ. ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിയ്ക്കുന്ന കണ്ടിട്ടില്ലേ. പിന്നെ പിള്ളേർ പീഡിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ മറ്റേ റേപ്പും ബലാത്സംഗവും അല്ല, ഈ ഗാർഹിക പീഡനവും മറ്റേതും മറിച്ചും സ്ട്രെസ് കൊണ്ട് 10ാം ക്ലാസ്സിൽ പരീക്ഷ നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ ഉള്ളിനി. കൊള്ളാവുന്ന സ്ഥലത്തിനുള്ളിൽ നടക്കത്തില്ല.